കോടീശ്വരനാകുക എന്നത് ഇന്നത്തെ കാലത്ത് നടക്കാത്ത സ്വപ്നമൊന്നുമല്ല. ആർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ്. കൃത്യമായ ആസൂത്രണം നടത്തുകയും അച്ചടക്കത്തോടെ മുന്നേറുകയും ചെയ്താൽ കാലം നിങ്ങളെ കോടിപതിയാക്കും. തീർച്ച. മാസാമാസം ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥനായാലും ചെറിയൊരു ബിസിനസ് കൊണ്ട് നടക്കുന്ന ആളായാലും അതല്ല കരിയറിന്റെ തുടക്കത്തിലുള്ള യുവാക്കളാണെങ്കിൽ പോലും കോടീശ്വരനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടത് ഒരേയൊരു തീരുമാനമാണ്. ഇന്ന് ഈ നിമിഷം മുതൽ അതിനുള്ള ശ്രമം തുടങ്ങുക എന്ന തീരുമാനം. സാമ്പത്തികമായി അതിവേഗം കുതിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യ. 1 കോടി രൂപയുടെ സമ്പത്ത് എന്നത് പലരുടെയും സാമ്പത്തിക ലക്ഷ്യമാണ്. സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും നിരവധി അവസരങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒരു തുകയാണ് 1 കോടി രൂപ. ആശങ്കകളില്ലാത്ത വാർദ്ധക്യകാല ജീവിതം, കുട്ടികളുടെ ഉന്നത പഠനം, സ്വപ്ന ഭവനത്തിനുള്ള പണം, അങ്ങനെ പല സ്വപ്നങ്ങൾക്കും മുതൽക്കൂട്ടാണ് 1 കോടി രൂപ. പക്ഷേ പണപ്പെരുപ്പവും ജീവിത ചിലവുകളും സമ്പാദ്യത്തെ കാർന്നു തിന്നുമ്പോൾ റിസ്കുകളൊന്നുമില്ലാതെ എങ്ങനെ 1 കോടി രൂപ എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നതാണ് പലരുടെയും ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കൂട്ടുപലിശ. കൂട്ടുപലിശ ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണെന്ന് ഒരിക്കൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. കാലം പോകുന്നതിനനുസരിച്ച് അസാധാരണ സാമ്പത്തിക വളർച്ച നൽകാൻ കെൽപ്പുള്ള ഒന്നാണ് അതെന്നുള്ള തിരിച്ചറിവിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. വളരെ ലളിതമായ വാക്കുകളിൽ പറഞ്ഞാൽ നിങ്ങളുടെ പണത്തിന് പലിശ ലഭിക്കും. കാലം പോകുന്നതിനനുസരിച്ച് ആ പലിശയ്ക്കും പലിശ ലഭിക്കും. ഉദാഹരണത്തിന് എല്ലാ മാസവും നിങ്ങൾ 12% വാർഷിക പലിശ നിരക്കിൽ 10,000 രൂപയുടെ നിക്ഷേപം നടത്തുന്നുണ്ടെന്നിരിക്കട്ടെ. കൂട്ടുപലിശ സംവിധാനത്തിൽ 21 വർഷം കൊണ്ട് നിങ്ങൾ കോടീശ്വരനാകും. ഇനി നിക്ഷേപിക്കുന്ന തുക മാസം 15,000 ആക്കിയാൽ 17 വർഷം കൊണ്ട് 1 കോടി എന്ന ലക്ഷ്യത്തിലെത്താം. നിക്ഷേപിക്കുന്ന തുക കൂടിയാൽ കോടീശ്വരനിലേക്കുള്ള ദൂരവും കുറയും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം നിക്ഷേപിച്ചു തുടങ്ങുക എന്നതാണ്. കാരണം സമയം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതിനായി എന്തെല്ലാം നിക്ഷേപ മാർഗങ്ങളെ ആശ്രയിക്കാം? സമ്പത്തുണ്ടാക്കുന്നതിന് നിരവധി നിക്ഷേപ മാർഗങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ റിസ്കുകളും സാമ്പത്തിക നേട്ടങ്ങളുമുണ്ട്. വളർച്ച, സുരക്ഷ, നികുതി കാര്യക്ഷമത എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ള നിക്ഷേപ സമീപനമാണ് സ്വീകരിക്കേണ്ടത്. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സാധാരണക്കാരായ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലളിതവും എന്നാൽ ഫലപ്രദവുമായ നിക്ഷേപ മാർഗമാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്. സിസ്റ്റമിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലൂടെ എത്ര ചെറിയ തുകയും നിങ്ങൾക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാം. RCV അതായത് റുപ്പി കോസ്റ്റ് ആവറേജിംഗ്, കൂട്ടുപലിശ എന്നിവയുടെ നേട്ടം അപ്പോഴുണ്ടാകും. ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപിച്ചാൽ 10 മുതൽ 14% വരെ വാർഷിക പലിശ നേടാനാകും. 10 മുതൽ 20 വർഷ കാലയളവിൽ ആസ്തി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതി മികച്ചതായിരിക്കും. ഡയറക്റ്റ് ഈക്വിറ്റി ബിസിനസ്സുകളെ മനസ്സിലാക്കാൻ കഴിവും ദീർഘകാലം നിക്ഷേപിക്കാനുള്ള സാമ്പത്തിക സാഹചര്യവും ഉള്ളവർക്ക് മികച്ച ഓഹരികളിൽ നേരിട്ട് നിക്ഷേപം നടത്താം. ഈ രീതിയിൽ കൂടുതൽ സാമ്പത്തിക നേട്ടം കൊയ്യാം. പക്ഷേ ക്ഷമയും ഓഹരികളുടെ ലാഭനഷ്ട സാധ്യതകളിൽ ഗവേഷണം നടത്താൻ സമയവും അച്ചടക്കവും ഉള്ളവർക്ക് പറഞ്ഞിട്ടുള്ള രീതിയാണിത്. ദേശീയ പെൻഷൻ പദ്ധതി ദേശീയ പെൻഷൻ സംവിധാനം ദീർഘകാലാടിസ്ഥാനത്തിൽ പരീക്ഷിക്കാവുന്ന ഒരു നിക്ഷേപ മാർഗമാണ്. വാർദ്ധക്യകാല ജീവിതത്തിന് വേണ്ടിയുള്ള സമ്പാദ്യം എന്ന നിലയ്ക്കാണ് ദേശീയ പെൻഷൻ പദ്ധതി ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുന്നവർക്ക് പ്രതിവർഷം 2 ലക്ഷം രൂപ വരെ നികുതി ഇളവ് ലഭിക്കാം. റിയൽ എസ്റ്റേറ്റ്, സ്വർണം കൂട്ടുപലിശ രീതിയിലുള്ള നേട്ടം ഉറപ്പുപറയാൻ സാധിക്കില്ലെങ്കിലും ആസ്തിയും നിക്ഷേപവും വൈവിധ്യവൽക്കരിക്കാൻ റിയൽ എസ്റ്റേറ്റ്, സ്വർണ്ണ നിക്ഷേപങ്ങൾ സഹായിക്കും. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലൂടെ ചിലപ്പോൾ വാടക വരുമാനമായി ലഭിച്ചേക്കാം. സ്വർണ്ണ നിക്ഷേപങ്ങൾ സുരക്ഷിത സമ്പാദ്യവുമാണ്. ഇനി കോടീശ്വരനാകാനുള്ള യാത്രയിൽ ഒഴിവാക്കേണ്ട അബദ്ധങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. സമ്പാദ്യശീലത്തിൽ സമയം പ്രധാനമാണ്. എത്ര നേരത്തെ തുടങ്ങുന്നോ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരൽ അത്രയും എളുപ്പമായി തീരും. കൂട്ടുപലിശ വ്യവസ്ഥ കണക്കിലെടുക്കുമ്പോൾ സമയം നമുക്ക് വെല്ലുവിളിയാണ്. നേരത്തെ തുടങ്ങിയാൽ ഓരോ മാസവും നിക്ഷേപിക്കുന്ന തുക കുറയ്ക്കാനാകും. ശരിയായ സമയത്തിനോ ഉയർന്ന ശമ്പളത്തിനോ കാത്തുനിന്നാൽ നിങ്ങളുടെ സാമ്പത്തിക പദ്ധതികളും പതുക്കെയാകും. ദീർഘകാലത്തേക്ക് സ്ഥിരതയുള്ള നിക്ഷേപങ്ങൾ നടത്താനായാൽ കൂട്ടുപലിശയുടെ സഹായത്തോടെ എളുപ്പത്തിൽ 1 കോടി രൂപയുടെ ആസ്തി നേടാം. ഒരു ലക്ഷ്യവുമില്ലാതെ അന്ധമായി നിക്ഷേപം തുടങ്ങുന്നത് എവിടെ പോകണമെന്നറിയാതെ യാത്ര തുടങ്ങുന്നത് പോലെയാണ്. എത്ര കാലം കൊണ്ട് 1 കോടി രൂപ എന്ന ലക്ഷ്യത്തിൽ എത്തണമെന്ന് തീരുമാനിച്ച് നിക്ഷേപം ആരംഭിക്കുക. അതിനുശേഷം യോജിച്ച നിക്ഷേപ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ ഓഹരി വിപണി മോഹന വാഗ്ദാനങ്ങളിലൂടെ ഭ്രമിപ്പിക്കും. പക്ഷേ ഹ്രസ്വകാല സാമ്പത്തിക ലാഭങ്ങൾക്ക് അതിൻ്റെതായ നഷ്ടസാധ്യതയുമുണ്ട്. ഹോട്ട് സ്റ്റോക്ക്, ക്രിപ്റ്റോ പോലുള്ളവയിൽ നിക്ഷേപം നടത്തുമ്പോൾ ഇക്കാര്യം ഓർക്കുക. എപ്പോഴും കൂട്ടുപലിശയുടെ ആനുകൂല്യം ലഭിക്കുന്ന നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുക. വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ നിക്ഷേപയാത്ര ശരിയായ ദിശയിലാണെന്ന് ഉറപ്പുവരുത്തുക. ലക്ഷ്യങ്ങളും അതിലേക്കുള്ള മാർഗങ്ങളും വിലയിരുത്തുക. തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ അത് ചെയ്യുക. വിപണിയുടെ ചാഞ്ചാട്ടം ഒരിക്കലും നിലയ്ക്കില്ല. അതിൽ ആശങ്കപ്പെടരുത്. വിപണി താഴേക്ക് പോകുമ്പോൾ ഭയപ്പാടിൽ ഓഹരി വിൽക്കാൻ നോക്കിയാൽ നഷ്ടമുണ്ടാകും. വിപണിയുടെ ചാഞ്ചാട്ടം കാര്യമാക്കാതെ നിക്ഷേപം നടത്തുന്നവരെ വിജയിക്കുകയുള്ളൂ. അവർക്ക് ദീർഘകാല നേട്ടമുണ്ടാകും. ഇന്ന് 1 കോടി രൂപയ്ക്കുള്ള മൂല്യമാകില്ല 20 വർഷം കഴിയുമ്പോൾ അതിനുണ്ടാകുക. അതുകൊണ്ട് പണപ്പെരുപ്പം കണക്കാക്കിയിട്ട് വേണം നിക്ഷേപം നടത്താൻ.
10% റിട്ടേൺ എന്നത് ആകർഷകമായി തോന്നാം, പക്ഷേ പണപ്പെരുപ്പം, നികുതി, ലാഭം എന്നിവ കൂടി കണക്കിലെടുത്താൽ അത് അത്ര ആകർഷകമായിരിക്കില്ല. സ്ഥിരതയില്ലെങ്കിൽ എത്ര മികച്ച നിക്ഷേപ പ്ലാനും നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിച്ചേക്കില്ല. നിക്ഷേപങ്ങൾ കൃത്യമായ സമയങ്ങളിൽ നടക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, ചിലവുകൾ നിരീക്ഷിക്കുക, ജീവിതശൈലിയിൽ മാറ്റം വരുത്തി പണപ്പെരുപ്പത്തെ മറികടക്കുക. 1 കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കുന്നതിന് തുടക്കത്തിൽ വലിയ നിക്ഷേപം വേണമെന്നില്ല, പക്ഷേ സ്ഥിരത, ക്ഷമ, വിശ്വാസം എന്നിങ്ങനെ ചില ഗുണങ്ങൾ വേണം. ദിവസം 100 രൂപയോ 500 രൂപയോ മാറ്റിവെച്ച് നിങ്ങൾക്ക് തുടങ്ങാം. വൈകാരികാവസ്ഥകൾ നിക്ഷേപത്തെ ബാധിക്കാതിരിക്കാൻ നിക്ഷേപ തുക ഓട്ടോമേറ്റ് ചെയ്തു വെക്കാം. നിരവധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പോൾ ലളിതമായി നിക്ഷേപം നടത്താനാകും. ആളുകൾക്ക് ഭേദപ്പെട്ട സാമ്പത്തിക അറിവുകൾ ഇന്നുണ്ട്. വിപണി നഷ്ടത്തിലായാലും ലാഭത്തിലായാലും നിക്ഷേപം നടത്തുക. നിക്ഷേപവുമായി ബന്ധപ്പെട്ട് എപ്പോഴും പറഞ്ഞു കേൾക്കാറുള്ള കാര്യമാണ് എത്ര നിക്ഷേപിക്കുന്നു എന്നതിലല്ല, എത്ര നേരത്തെ നിക്ഷേപം ആരംഭിക്കുന്നു എന്നതാണ് കാര്യമെന്ന്. 25-ാം വയസ്സിൽ മാസം 10,000 രൂപ നിക്ഷേപിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് 46 വയസ്സാകുമ്പോൾ 1 കോടി രൂപയുടെ ആസ്തി നേടാം. 10 വർഷം കഴിഞ്ഞാണ് നിക്ഷേപം തുടങ്ങിയതെങ്കിൽ ഇതേ ലക്ഷ്യം നേടുന്നതിന് നിക്ഷേപിക്കുന്ന തുക ഇരട്ടിയാക്കേണ്ടി വരും. 1 കോടി രൂപ എന്നത് വലിയ തുകയാണ്, പക്ഷേ അച്ചടക്കവും ക്ഷമയും ഉണ്ടെങ്കിൽ അധ്വാനം കൊണ്ട് അവിടെ എത്താനാകും. ഇന്നത്തെ കാലത്ത് ആർക്കും നേടാവുന്ന ഒരു സാമ്പത്തിക ലക്ഷ്യം തന്നെയാണ് 1 കോടി രൂപ എന്നത്. നിക്ഷേപം നടത്താൻ ശരിയായ സമയത്തിനായും കൂടുതൽ വരുമാനത്തിനായും കാത്തു നിൽക്കരുത്. ഇപ്പോൾ തന്നെ അതിനുള്ള ശ്രമം ആരംഭിക്കുക. നിക്ഷേപം ആരംഭിക്കുന്നതിന് നിങ്ങൾ ധനികരായിരിക്കണമെന്നില്ല, പക്ഷേ ധനികനാകണമെങ്കിൽ നിങ്ങൾ നിക്ഷേപം നടത്തണം.